ഹായ് ഓൾ, വെൽക്കം ടു ക്യൂബിറ്റ് SSC ആൻഡ് RRB യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കിലൊന്ന് തന്നെയാണ് ആസിഡ് ബേസിസ് ആൻഡ് സാൾട്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളും ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസും നോക്കാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ആസിഡ് എന്താണ്, ബേസ് എന്താണെന്നുള്ളത് പറയാം. ഒരു ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സബ്സ്റ്റൻസ് ആസിഡാണോ ബേസ് ആണോ നമ്മൾ പറയുന്നത്. ഓക്കെ, എന്താണ് H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് പറയുക, ഒരു സബ്സ്റ്റൻസ് ആസിഡ് ആണോ അല്ലെങ്കിൽ ബേസ് ആണോ എന്ന് പറയുന്നത്. ഇനി ആസിഡിന് എന്ത് ടേസ്റ്റ് ആണ്, സോർ ടേസ്റ്റ് ആണുള്ളത്. എന്താണ് ആസിഡിന് എന്ത് ടേസ്റ്റ് ആണുള്ളത്, സോർ ടേസ്റ്റ് ആണുള്ളത്. നെക്സ്റ്റ്, ആസിഡ്സ് ആർ സബ്സ്റ്റൻസ് that releases H+ when dissolved in water. അല്ലേ, വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ ഏത് സബ്സ്റ്റൻസിനെയാണ് റിലീസ് ചെയ്യുക, H+ അയോൺസിനെയാണ് റിലീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 പോയിന്റ് നിങ്ങൾ ആസിഡ്സ് നോക്കി വെക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ നോൺ മെറ്റൽ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫോം ചെയ്യുന്നുണ്ട്, ആസിഡ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആസിഡിന് 4 പോയിന്റ് നമ്മൾ പഠിച്ചു അല്ലേ. ഏതൊക്കെയായിരുന്നു, ആസിഡ്സിന് എന്താണ്, സോർ ടേസ്റ്റ് ആണുള്ളത്. നെക്സ്റ്റ്, ആസിഡ് H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ആസിഡ് ഒരു സബ്സ്റ്റൻസ് ആസിഡ് ആണോ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു, ഈ H+ അയോൺസിനെ റിലീസ് ചെയ്യും എപ്പോൾ, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അല്ലേ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, നോൺ മെറ്റൽ ഓക്സൈഡ് അല്ലേ. നോൺ മെറ്റൽ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫോം ചെയ്യുന്നുണ്ട്, ആസിഡ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, ബേസ്. ഈ ബേസിന് എന്ത് ടേസ്റ്റ് ആണ്, ബിറ്റർ ടേസ്റ്റ് ആണ്. ആസിഡിന് സോർ ടേസ്റ്റ് ആണെങ്കിൽ ബേസിന് എന്ത് ടേസ്റ്റ് ആണ്, ബിറ്റർ ടേസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ബേസസ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് റിലീസ് ഹൈഡ്രോക്സൈഡ് അയോൺ അല്ലെങ്കിൽ OH- അയോൺസിനെയാണ് എന്താക്കുന്നത്, റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ബേസ് വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് അയോൺസിനെയാണ് റിലീസ് ചെയ്യുന്നത്, OH- അയോൺസിനെയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു PYQ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഏത് അയോൺസിനെയാണ് റിലീസ് ചെയ്യുന്നത് ഉള്ളത് അല്ലേ, OH- അയോൺസിനെയാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഓൾ ആൽക്കലീസ് ആർ ബേസസ്. എല്ലാ ആൽക്കലിയും എന്താണ്, ബേസ് ആണ് അല്ലേ. ബട്ട് ഓൾ ബേസസ് ആർ നോട്ട് ആൽക്കലീസ്. എല്ലാ ബേസും ആൽക്കലി അല്ല. ഓക്കെ, അങ്ങനെ അത് പറയാനുള്ള ഒരു റീസൺ ഉണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ബേസസ് ആർ നോട്ട് സോല്യൂബിൾ ഇൻ വാട്ടർ അല്ലെ. എല്ലാ ബേസസും വാട്ടറിൽ സോല്യൂബിൾ അല്ല. ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഓൾ ബേസസ് ആർ നോട്ട് ആൽക്കലീസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, നമ്മളിവിടെ പറഞ്ഞു ആസിഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഫോം ചെയ്യുക, നോൺ മെറ്റൽ ഓക്സൈഡ് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ എന്ത് ഫോം ചെയ്യുക, ആസിഡ് ഫോം ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് പറയാം, ബേസ് എങ്ങനെയായിരിക്കും ഫോം ചെയ്യുക, മെറ്റൽ ഓക്സൈഡ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യണം, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യണം അല്ലേ. അപ്പോഴാണ് എന്ത് ഫോം ചെയ്യുക, ബേസ് ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളെ ആസിഡും ബേസും ഇത്രയും പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ഈ ആസിഡും ബേസും നമ്മൾ പറയുന്നത് അല്ലേ pH സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ pH സ്കെയിൽ എന്താണെന്നുള്ളത് അല്ലേ. ഈ pH സ്കെയിൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, മെഷർ ഓഫ് ഹൗ എ അസിഡിക് ഓർ ബേസിക്, അസിഡിക്കും ബേസിക്കും അറിയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഈ P സ്റ്റാൻഡ്സ് ഫോർ എന്താണെന്നുള്ളത് ഇത് PYQ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. P എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ജർമ്മൻ ലെറ്റർ, പൊട്ടൻസ് എന്ന് പറഞ്ഞ ഒരു വാക്കുന്ന് അല്ലേ, അതിൽ നിന്നാണ് ഈ pH എന്ന സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഈ P എന്ന് ഡിനോട്ട് ചെയ്യുന്നത് പൊട്ടൻസിന് അതിൻ്റെ മീനിങ് പവർ ഓഫ് കോൺസെൻട്രേഷൻ ആണ്. പൊട്ടൻസിൻ്റെ മീനിങ് എന്താണ്, പവർ ഓഫ് കോൺസെൻട്രേഷൻ. ഓക്കെ, നെക്സ്റ്റ്, ഈ P ഉണ്ട്, H ഉണ്ട് അല്ലേ. ഈ H എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഹൈഡ്രജൻ അയോണിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ pH സ്കെയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്, സോറൻസൺ ആണ്. സോറൻസൺ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏത് ഇയറിലാണ്, 1909. ഓക്കെ, അപ്പോൾ ഇത്രയും ഏരിയാസ് നിങ്ങൾ നോക്കി വെക്കുക. ഇനി pH സ്കെയിൽ 7 ആണെങ്കിൽ അതാണ് എന്ത് അറിയപ്പെടുന്നത്, ന്യൂട്രൽ. ഓക്കെ, ന്യൂട്രൽ. ഇനി pH ഈ 7നേക്കാളും ബിലോ ആണെങ്കിലോ ആസിഡിക് ആണ്. ഇനി pH 7നേക്കാളും എബവ് ആണെങ്കിൽ എന്താണ്, ഇതെല്ലാം എന്താണ്, സബ്സ്റ്റൻസ് എന്തായിരിക്കും, ബേസിക് ആണ്. ഓക്കെ, അപ്പോൾ pH സ്കെയിൽ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ഈ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കേണ്ട pH സ്കെയിൽസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു അല്ലേ, ന്യൂട്രലിന് ഈ pH സ്കെയിൽ എത്രയായിരുന്നു വരുന്നത്, 7 ആണ്. പ്യുവർ വാട്ടർ ഒക്കെ എന്താണ്, 7 ആണ്. അപ്പോൾ ഈ 7ന് ബിലോ ഉള്ളതും 7ന് എബവ് ഉള്ളതും ഒക്കെ നമുക്ക് പഠിച്ചു വെക്കണം. അപ്പോൾ ഒന്നാമത്തത് ബാറ്ററിയിൽ ആസിഡിക്, ബാറ്ററി ആസിഡ് ആണല്ലോ. അപ്പോൾ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയായിരിക്കും, കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സൾഫ്യൂരിക് ആസിഡ് ഒക്കെയാണ്. അപ്പോൾ ഈ സൾഫ്യൂരിക് ആസിഡിനൊക്കെ ഈ pH സ്കെയിൽ എത്രയായിരിക്കും, 0 ആണ്. ഓക്കെ, അപ്പോൾ ബാറ്ററിയിൽ ആസിഡ് ഒക്കെ എത്രയാണ്, 0. നെക്സ്റ്റ്, ഗ്യാസ്ട്രിക് ആസിഡിന് pH സ്കെയിൽ എത്രയാണ്, 1 ആണ്. ഓക്കെ, എത്രയാണ്, 1.
നെക്സ്റ്റ് ലെമൺ ജ്യൂസിന് 2 ആണ്. നെക്സ്റ്റ് ആപ്പിൾ ജ്യൂസിന് എത്രയാണ്? 3 ആണ്. ടൊമാറ്റോ ജ്യൂസിന് എത്രയാണ്? 4 ആണ്. ബ്ലാക്ക് കോഫിക്ക് എത്രയാണ്? 5 ആണ്. ഓക്കെ. നെക്സ്റ്റ് മിൽക്കിൽ എത്രയാണ്? പി എച്ച് കെയിൽ വരുന്നത് 6 ആണ്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതൊരു PYQ ആണ്. ഏത്? മിൽക്കിലെ pH എത്രയാണ്? 6 ആണ് വരുന്നത്. നെക്സ്റ്റ് എഗ്ഗിലാണെങ്കിലോ എഗ്ഗിൽ 8 ആണ്. ബേക്കിംഗ് സോഡ ഇതും PYQ ആണ്. ബേക്കിംഗ് സോഡ ചോദിച്ചിട്ടുണ്ട്. ബേക്കിംഗ് സോഡയ്ക്ക് pH സ്കെയിൽ എത്രയാണ് വരുന്നത്? 9. നെക്സ്റ്റ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്, MgOH2. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിനെയാണ് എന്ത് പറയുന്നത്? മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്നത്. ഈ മിൽക്ക് ഓഫ് മഗ്നീഷ്യ നമ്മൾ സ്റ്റൊമക്കിൽ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ അസിഡിറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അൻറ്റാസിഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് യൂസ് ചെയ്യും. ഈ അൻറ്റാസിഡ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൊമക്കിൽ ഓൾറെഡി എന്താണ് ഒരു അസിഡിക് ആണല്ലോ അല്ലേ? നമ്മുടെ സ്റ്റൊമക്കിൽ ഓൾറെഡി ഒരു അസിഡിക് ആണ്. ഈ അസിഡിക്കിൻ്റെ കൂടെ ഒരു ബേസും കൂടിയും വരണം. ഇപ്പോൾ ഈ ബേസ് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ സ്റ്റൊമക്കിൽ നമ്മൾ എന്താവുള്ളൂ? ന്യൂട്രൽ ആവുള്ളൂ അല്ലേ? ആ ഒരു സബ്സ്റ്റൻസ് ഫുള്ളും ന്യൂട്രൽ ആവുള്ളൂ. അപ്പോൾ ഈ ബേസിക് ക്യാരക്ടർ കാണിക്കുന്നത് ഏത് സബ്സ്റ്റൻസ് ആണെന്ന് ചോദിച്ചാൽ അതാണ് എന്ത്? മിൽക്ക് ഓഫ് മഗ്നീഷ്യ. ഓക്കെ. അപ്പോൾ മിൽക്ക് ഓഫ് മഗ്നീഷ്യയിൽ ചോദിച്ചത് ഒന്ന് pH സ്കെയിൽ ചോദിച്ചിട്ടുണ്ട് അല്ലേ? മിൽക്ക് ഓഫ് മഗ്നീഷ്യൻ്റെ pH സ്കെയിൽ എത്രയാണ്? 10 ആണ്. pH 10 ആണ്. നെക്സ്റ്റ് ഇതിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? MgOH2. എന്താണ്? MgOH2. നെക്സ്റ്റ് ഒരു ആസിഡും ബേസും ആണ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഇവിടെ ന്യൂട്രൽ ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അൻറ്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ എന്ത് പറയാം? മിൽക്ക് ഓഫ് മഗ്നീഷ്യ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും pH സ്കെയിൽ നിങ്ങൾ നോക്കി വെക്കണം. ഇതിൻ്റെ കൂടെ തന്നെ 11 അല്ലേ? 11 എന്താണ്? അമോണിയം സൊല്യൂഷൻ ആണ്. 12 സോപ്പ്. ഈ സോപ്പ് നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ചോദിക്കാനുള്ളത് ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ബ്ലീച്ചിന് എത്രയാണ്? 13 ആണ്. ഡ്രെയിൻ ക്ലീനറിന് എത്രയാണ്? 14 ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയും ഏരിയാസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലേ? ആസിഡും അല്ലെങ്കിൽ ബേസും രണ്ടും റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഏതൊക്കെ ഫോം ചെയ്യുക? സാൾട്ട് ആൻഡ് വാട്ടർ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഈ ഒരു റിയാക്ഷനാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഓക്കെ. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അപ്പോൾ ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആയുള്ള ഒരു ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ SSC CGL-നും NTPC-ക്കും ഒക്കെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സബ്സ്റ്റൻസ് ആസ് pH വാല്യൂ ഓഫ് അബൌട്ട് 14? pH വാല്യൂ 14നേക്കാളും കൂടുതൽ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ കൂടുതൽ നമുക്കറിയാം ബ്ലഡ്, മിൽക്ക് ഓഫ് മഗ്നീഷ്യ, ലെമണൊക്കെ നമ്മൾ അല്ലേ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതായിരിക്കും? സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു ഏരിയാസ് നോക്കി വെക്കുക. നെക്സ്റ്റ് ആസിഡും ബേസും ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയ എന്നാണ്. അപ്പോൾ ആസിഡും ബേസ് ആണെങ്കിൽ ഈ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നത് എന്താണ്? ആസിഡാണ്. ഓക്കെ. പഠിച്ചല്ലോ എന്താണ്? ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കി മാറ്റുന്നുണ്ട്? റെഡ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ബേസ് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ബേസ് ആണെങ്കിലോ നേരെ ഈ റെഡ് ലിറ്റ്മസിനെ എന്താക്കിയിട്ട് മാറ്റുന്നു? ബ്ലൂ കളറാക്കിയിട്ട് മാറ്റുന്നു. ഓക്കെ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് മീഥൈൽ ഓറഞ്ച് ഈ അസിഡിക് ആണെങ്കിൽ നേരെ എന്തായിട്ട് മാറും? പിങ്ക് ആയിട്ടാണ് മാറുന്നത്. ഇവിടെയാണെങ്കിലോ മീഥൈൽ ഓറഞ്ച് എന്തായിട്ട് മാറും? യെല്ലോ കളറായിട്ട് മാറും. നെക്സ്റ്റ് ഫിനോപ്തലിൻ ആണെങ്കിൽ അസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ എന്തായിരിക്കും? കളർലെസ്. കളർ മാറുന്നുണ്ടോ? ഇല്ല. ഓക്കെ. നെക്സ്റ്റ് ഫിനോപ്തലിൻ ഈ ബേസിക് ആണെങ്കിലോ കളർ ടു എന്തായിട്ട് മാറും? പിങ്ക് കളറായിട്ട് മാറും. അപ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ഇത് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കേണ്ട ആസിഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ആസിഡ്സ് പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ അല്ലേ സൾഫ്യൂരിക് ആസിഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, പഠിച്ചു വെക്കണം. സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് എന്ത്? H2SO4. എന്താണ്? H2SO4. ഈ സൾഫ്യൂരിക് ആസിഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഏത്? ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. നെക്സ്റ്റ് ഈ സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് അറിയപ്പെടുന്ന പേരാണ് എന്ത്? കോണ്ടാക്ട് പ്രോസസ്സ്. എന്ത് പ്രോസസ്സാണ് അറിയപ്പെടുന്നത്? കോണ്ടാക്ട് പ്രോസസ്സ്. ഓക്കെ. നെക്സ്റ്റ് ഈ സൾഫ്യൂരിക് ആസിഡിന്റെ യൂസസ് നോക്കാം. യൂസസ് ചോദിക്കുകയാണെങ്കിൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററി അല്ലേ, അധിക ബാറ്ററിയിലും യൂസ് ചെയ്യുന്ന ഏതാണ്? ഈ സൾഫ്യൂരിക് ആസിഡ് തന്നെയാണ്. നെക്സ്റ്റ് മാനുഫാക്ചറിങ് ഓഫ് ആലത്തിന്റെ മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് എന്താണ്? മാനുഫാക്ചറിങ് ഓഫ് HCl-നും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതിന്റെ കൂടെ തന്നെ സൾഫ്യൂരിക് ആസിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കി വെക്കാം. സൾഫ്യൂരിക് ആസിഡ് എന്താണ്? അസിഡിക് ആണ് അല്ലേ?
ഇതിലൊരു പോയിന്റ് കൂടെ നിങ്ങൾ നോക്കി വെക്കുക, ഹൈലി കൊറോസീവ് ആണ്. എന്താണ് ഹൈലി കൊറോസീവ് എന്ന് വെച്ചാൽ എന്താ, തീവ്രനാശക സ്വഭാവമുള്ള ഒരേ ഒരു ആസിഡാണ് ഏത്, സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് നോട്ട് വെക്കുക. നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു. നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ഒന്ന് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചറാണ്. ഡീഹൈഡ്രേറ്റിംഗ് നേച്ചറാണ്. ഓക്കെ, നെക്സ്റ്റ് ഡ്രൈയിങ് നേച്ചറാണ്. ഡ്രൈയിങ് നേച്ചറാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് എന്ത്, ഒരൊറ്റൊരു പോയിന്റും കൂടി ഉണ്ട്, ഓക്സിഡൈസിങ് നേച്ചറാണ്. എന്താണ് ഓക്സിഡൈസിങ് നേച്ചർ. ഓക്കെ, ഓക്സിഡൈസിങ് നേച്ചർ. അപ്പോൾ ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ യൂസസ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. യൂസസ് എന്തൊക്കെയാണ്, ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് മാനുഫാക്ചറിങ് ഓഫ് ആലത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് മാനുഫാക്ചറിങ് ഓഫ് HCl. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. നെക്സ്റ്റ് സൾഫ്യൂരിക് ആസിഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്, ഓയിൽ ഓഫ് വിട്രിയോൾ. സൾഫ്യൂരിക് ആസിഡിന്റെ കെമിക്കൽ ഫോമിൽ എന്താണ്, H2SO4 അല്ലേ. ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് പറയാം, ഹൈലി കൊറോസീവ് ആണ്, തീവ്രനാശക സ്വഭാവമുള്ളവയാണ് അല്ലേ. നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് എന്തൊക്കെ പറയാം, ഒന്ന് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ ആണ് അല്ലേ, ഡീഹൈഡ്രേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡ്രൈയിങ് നേച്ചർ ആണ്, ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഓക്സിഡൈസിങ് നേച്ചർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു ഏരിയാസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു പോയിന്റും കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം, ഈ പെട്രോളിയം റിഫൈനിങ്ങിന് യൂസ് ചെയ്യുന്നത് ഏതാണ്, സൾഫ്യൂരിക് ആസിഡാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നോക്കി വെക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട മറ്റൊരു ആസിഡാണ് ഏത്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കെമിക്കൽ ഫോമിലാണ് എന്ത്, HCl. അതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മ്യൂറിയാറ്റിക് ആസിഡ്. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്, മ്യൂറിയാറ്റിക് ആസിഡ് എന്താണെന്നുള്ളത്. ഇതിന് മറ്റൊരു പേരാണ് എന്ത്, സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ 2 പോയിന്റ് പഠിച്ചല്ലോ. നെക്സ്റ്റ് യൂസ്ഡ് ആസ് ബാത്റൂം ക്ലീനർ യൂസ് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് പറയാം, ഡൈജഷൻ അല്ലേ, ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സ്റ്റൊമക്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്, ഈ HCl തന്നെയാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമതായി പഠിച്ചിരിക്കുന്ന ഒരു ആസിഡാണ് ഏത്, നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിന്റെ കെമിക്കൽ ഫോമിൽ പഠിച്ചു വെക്കണം, അതാണ് HNO3. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് റയോൺ, മാനുഫാക്ചറിങ് ഓഫ് റയോണിന്റെ നിർമ്മാണത്തിനും. നെക്സ്റ്റ് ഡൈസ് ആൻഡ് ഡ്രഗ്സ് അല്ലേ, ഡൈസും ഡ്രഗ്സും ഒക്കെ മാനുഫാക്ചറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇത്, നൈട്രിക് ആസിഡ്. നെക്സ്റ്റ് എക്സ്പ്ലോസീവ്സിന് മേക്ക് ചെയ്യാനൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, നൈട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു യൂസും കൂടി പഠിച്ചു വെക്കുക, പ്യൂരിഫിക്കേഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ. ഗോൾഡും സിൽവറിനെയും പ്യൂരിഫിക്കേഷനും യൂസ് ചെയ്യുന്നതാണ് ഇത്, നൈട്രിക് ആസിഡ്. ഓക്കെ, നെക്സ്റ്റ് നാലാമതായി പഠിക്കേണ്ട ഒരു ആസിഡും കൂടിയുണ്ട്. അതിന് കൂടെ തന്നെ നമുക്ക് ഈ ആസിഡ് കാണപ്പെടുന്ന ഏതൊക്കെ സബ്സ്റ്റൻസിലാണെന്ന് നോക്കാം. നമുക്ക് ഓറഞ്ചിൽ കാണപ്പെടുന്ന ഏതാണ്, ഏത്, സിട്രിക് ആസിഡ്. ഓക്കെ, നെക്സ്റ്റ് ഓക്സാലിക് ആസിഡ് ഏതിലൊക്കെ കാണപ്പെടുന്നത്, ടൊമാറ്റോ സ്പൈനാച്ച്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് മാലിക് ആസിഡ് കാണപ്പെടുന്ന ഏതാ, ആപ്പിളിലാണ്. ലാക്റ്റിക് ആസിഡ് കാണപ്പെടുന്ന ഏതാ, സോ മിൽക്കിൽ കാണപ്പെടുന്ന ആസിഡാണ് ഏത്, ലാക്റ്റിക് ആസിഡ്. നെക്സ്റ്റ് അസറ്റിക് ആസിഡിന്റെ മറ്റൊരു പേര് വിനേഗർ അല്ലെ, വിനേഗർ. ഇത് ഒരു PYQ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ടാർട്ടാറിക് ആസിഡ് ഗ്രേപ്സിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് സ്റ്റിയറിക് ആസിഡ്, ഫാറ്റ്സിൽ കാണപ്പെടുന്ന ആസിഡ് ആണ് ഏത്, സ്റ്റിയറിക് ആസിഡ്. ഓക്കെ, ഏതാണ്, സ്റ്റിയറിക് ആസിഡ്. നെക്സ്റ്റ് ബ്യൂട്ടൈറിക് ആസിഡ് കാണപ്പെടുന്നത്, റാൻസിഡ് ബട്ടറിൽ കാണപ്പെടുന്ന ഒരു ആസിഡ് ആണ് ഏത്, ബ്യൂട്ടൈറിക് ആസിഡ്. നെക്സ്റ്റ് കാർബോണിക് ആസിഡ്, RRB NTPCയിലും റെയിൽവേ എക്സാമിനും ഈ CGL എക്സാമിനും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാർബോണിക് ആസിഡ് ഏതിലാണ് കാണപ്പെടുന്നത്, ഏതിലാണ്, സോഡാ വാട്ടറിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ഫോമിക് ആസിഡ്, ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഫോമിക് ആസിഡ് കാണപ്പെടുന്ന ഏതിനാണ്, റെഡ് ആൻസിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ബോറിക് ആസിഡ് കാണപ്പെടുന്ന ഏതാ, ഐ വാഷിലാണ്. ഇതും ഒരു PYQ ആണ്. അപ്പോൾ ഇത് 3, 4 ടോട്ടൽ 5 PYQs ഉണ്ട് ഇതിൽ തന്നെ ചോദിച്ചത്. നെക്സ്റ്റ് യൂറിക് ആസിഡ് ഏതാണ്, യൂറിനിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ആസിഡ്സ് ഒക്കെ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ബേസസ് ഏതാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഈ ബേസസ് നോക്കുകയാണെങ്കിൽ ബേസസിൽ മെയിനായിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇതിൻ്റെ കെമിക്കൽ ഫോമുല നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്, NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. കോസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നതും ഏതാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. പഠിച്ചല്ലോ, എന്താണ് കോസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നതും ഏതാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഈ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ 2 യൂസ് പഠിച്ചു വെക്കാം. അതാണ്, ഒന്നാണ് ഏത്, മാനുഫാക്ചറിങ് ഓഫ് സോപ്പ് അല്ലേ, സോപ്പിൻ്റെ നിർമ്മാണത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മാനുഫാക്ചറിങ് ഓഫ് റയോണിൻ്റെ നിർമ്മാണത്തിനും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്
പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH അല്ലേ, KOH എന്നാണ് എന്ത് കെമിക്കൽ ഫോമുല വരുന്നത്. നെക്സ്റ്റ് മേക്കിംഗ് ഓഫ് സോപ്പിന്റെ നിർമ്മാണത്തിന് യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ ഒരു ടേം ഉണ്ട്, ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെറ്റലിൽ മറ്റൊരു മെറ്റൽ കോട്ട് ചെയ്യുക, എന്ത് യൂസ് ചെയ്തിട്ട്, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് യൂസ് ചെയ്യുന്നത് എന്താണ്, ഒരു സൊല്യൂഷനാണ് ഏത്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, നെക്സ്റ്റ് പെയിന്റ് ആൻഡ് വാർണിഷ് റിമൂവർ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് ഇത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ 2 ബേസ് പഠിച്ചു. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കി വെക്കേണ്ടത് മൂന്നാമത്തെ ഒന്നാണ് ഏത്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ കെമിക്കൽ ഫോമുലയാണ് എന്ത്, CaOH2 പഠിച്ചല്ലോ. എന്താണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ കെമിക്കൽ ഫോമുല, CaOH2 അല്ലേ. ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, പേപ്പർ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, പേപ്പർ പ്രൊഡക്ഷൻസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആൻഡ് ഫുഡ് പ്രോസസ്സിങ്ങിനും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്ലേറ്റ് ലൈം എന്നറിയപ്പെടുന്നതും ഏതാണ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കേണ്ട അടുത്തൊരു ബേസ് ആണ് അമോണിയൻ്റെ കെമിക്കൽ ഫോമുല ആണ് എന്ത്, NH3. ഇത് RRB ഗ്രൂപ്പ് ഡി എക്സാമിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ അമോണിയൻ്റെ ഈ ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് അറിയപ്പെടുന്ന ഒരു പേരാണ് എന്ത്, ഹെബർ പ്രോസസ്സ്. എന്താണ്, ഹെബർ പ്രോസസ്സ്. അപ്പോൾ ഈ ഹെബർ പ്രോസസ്സിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജനെയും ഹൈഡ്രജനെയും കമ്പൈൻ ചെയ്യുക, എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, അമോണിയ ഫോം ചെയ്യുക. എന്താണ് ഹെബർ പ്രോസസ്സിൽ ചെയ്യുന്നത്, നൈട്രജനെയും ഹൈഡ്രജനെയും ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കമ്പൈൻ ചെയ്യുകയാണ്, എന്നിട്ടാണ് നേരെ എന്ത് ഫോം ചെയ്യുന്നത്, ഈ അമോണിയ ഫോം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ അമോണിയ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, മാനുഫാക്ചറിങ് ഓഫ് ഫെർട്ടിലൈസർ അല്ലേ, രാസവളങ്ങളുടെ നിർമ്മാണത്തിന് യൂസ് ചെയ്യുന്നതാണ് എന്ത്, അമോണിയ. നെക്സ്റ്റ് ടു ക്ലീൻ ഗ്ലാസ് ആൻഡ് ടൈൽസും ഗ്ലാസ്സും ഒക്കെ ക്ലീൻ ചെയ്യാനും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, അമോണിയ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കേണ്ട സോൾട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ സോൾട്ടാണ് സോഡിയം ക്ലോറൈഡ് അല്ലേ, എല്ലാവരും കേട്ട് കാണും സോഡിയം ക്ലോറൈഡ്. NaCl ആണ് എന്ത് കെമിക്കൽ ഫോമുല വരുന്നത്. കോമൺ സാൾട്ട് എന്നറിയപ്പെടുന്ന ഏതാണ്, സോഡിയം ക്ലോറൈഡ് ആണ്. ടേബിൾ സോൾട്ട് എന്നറിയപ്പെടുന്നതും ഏതാണ്, സോഡിയം ക്ലോറൈഡ് തന്നെയാണ്. നെക്സ്റ്റ് ഹാലൈറ്റ് എന്നറിയപ്പെടുന്നതും ഏതാണ്, സോഡിയം ക്ലോറൈഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പൊട്ടാസ്യം ക്ലോറൈഡ് KCl എന്നറിയപ്പെടുന്നത് ഏതാണ്, പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. നെക്സ്റ്റ് ഇതിൻ്റെ യൂസ് ഒന്ന് പഠിച്ചു വെക്കുക, യൂസ്ഡ് ടു ട്രീറ്റ് പ്രിവെൻറ്റ് ലോ ബ്ലഡ് പൊട്ടാസ്യം ലെവൽ അല്ലേ, പൊട്ടാസ്യം ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, പൊട്ടാസ്യം ക്ലോറൈഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അറിയപ്പെടുന്ന പേരാണ്, ഈ ഒരു ഡിസീസ് അറിയപ്പെടുന്ന പേരാണ് എന്ത്, ഹൈപ്പോകലീമിയ എന്നറിയപ്പെടുന്നത്. എന്താണ് ഹൈപ്പോകലീമിയ. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കേണ്ട മൂന്നാമത്തെ ഒന്നാണ് സോഡിയം സൾഫേറ്റ് Na2SO4 എന്നറിയപ്പെടുന്നത് സോഡിയം സൾഫേറ്റ്. ഓക്കെ, ഈ സോഡിയം സൾഫേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിങ്ങിനും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, സോഡിയം സൾഫേറ്റ് ഈസ് ദ സോഡിയം സാൾട്ട് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, സോഡിയം സൾഫേറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, സോഡിയം സൾഫേറ്റ് ഫോം ചെയ്യുന്നത് എന്താണ്, സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രോസസ്സിലൂടെ തന്നെ സോഡിയം സാൾട്ട് ആണ് എന്തറിയപ്പെടുന്നത്, സോഡിയം സൾഫേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കേണ്ട ഒരു സാൾട്ടുകളും അതിൻ്റെ യൂസസും ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് സോഡിയം അയോഡൈറ്റ്, ഗോയിറ്റർ ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് ഇത്, സോഡിയം അയോഡൈറ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സോഡിയം കാർബണേറ്റ് Na2CO3 ആണ് കേട്ടോ, Na2CO3 ആണ് ഇത് സോഡിയം കാർബണേറ്റ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, മാനുഫാക്ചറിങ് ഓഫ് ഗ്ലാസിന് മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് സോഡിയം ബെൻസോവേറ്റ്, ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. CGL NTPC എക്സാമിനൊക്കെ PYQ ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്, സോഡിയം ബെൻസോവേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പൊട്ടാസ്യം നൈട്രേറ്റ്, ഫെർട്ടിലൈസർ അല്ലേ, രാസവളങ്ങളുടെ നിർമ്മാണത്തിന് യൂസ് ചെയ്യുന്നതാണ് ഇത്, പൊട്ടാസ്യം നൈട്രേറ്റ്. ഓക്കെ, നെക്സ്റ്റ് കാൽഷ്യം കാർബണേറ്റ്, സിമെന്റ് അറിയാം അല്ലേ, സിമെന്റിനാണ് കെമിക്കൽ ഫോമിലാണ് എന്ത്, കാൽഷ്യം കാർബണേറ്റ്. നെക്സ്റ്റ് കാൽഷ്യം സൾഫേറ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസിന് മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ചോദിച്ച ഒരു ഏരിയ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കെമിക്കൽ ഫോമിലാണ്, പഠിച്ചു വെക്കുക. എന്താണ്, 2CaSO4 2H2O. എന്താണ്, 2CaSO4 2H2O. ഓക്കെ, നെക്സ്റ്റ് കാൽഷ്യം സൾഫേറ്റ് ജിപ്സം എന്നറിയപ്പെടുന്നത് എന്താണ്, കാൽഷ്യം സൾഫേറ്റ് ആണ്. ഇതിന്റെ കെമിക്കൽ ഫോമുല പഠിച്ചു വെക്കുക അല്ലെ, എന്താണ്, CaSO4 2H2O. എന്താണ്, CaSO4 2H2O. നെക്സ്റ്റ് പൊട്ടാസ്യം അലൂമിനിയം സൾഫേറ്റ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പൊട്ടാസ്യം അലൂമിനിയം സൾഫേറ്റ് അറിയപ്പെടുന്ന ഒരു പേരാണ് എന്ത്, ആലം എന്നറിയപ്പെടുന്ന ഏതാണ്, പൊട്ടാസ്യം അലൂമിനിയം സൾഫേറ്റ്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാ യൂസ് ചെയ്യാമെന്ന്, പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറിൻ്റെ പ്യൂരിഫിക്കേഷനും
ആൻറ്റിസെപ്റ്റിക് ആഫ്റ്റർ ഷേവ് അല്ലേ, ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നതും ഏതാണ്? ആലമാണ്. ആലത്തിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് എന്ത്? പൊട്ടാസ്യം അലൂമിനിയം സൾഫേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയാസ് എന്തായാലും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആയി ചോദിച്ച ഇമ്പോർട്ടൻറ്റ് PYQs ഒക്കെ നമുക്ക് നോക്കാം. ആസിഡ് ബേസസ് ആൻഡ് സാൾട്ടിൽ ഇമ്പോർട്ടൻറ്റ് PYQs നോക്കാം. ഈ pH വാല്യൂ ഓഫ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ നമ്മൾ പഠിച്ചു അല്ലേ? എത്രയായിരുന്നു? മുന്നേ പറഞ്ഞു. എത്രയായിരുന്നു? pH വാല്യൂ 10 ആണ്. ഓക്കെ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നെക്സ്റ്റ് ആസിഡ് ചേഞ്ചസ് ദ കളർ ഓഫ് ബ്ലൂ ലിറ്റ്മസ്. ആസിഡ് ബ്ലൂ ലിറ്റ്മസിനെ എന്തായിട്ടാണ് മാറ്റുന്നത് അല്ലേ? എന്തായിരുന്നു? റെഡ് ആണ് അല്ലേ? ഓക്കെ, ബ്ലൂ ലിറ്റ്മസ് എന്താക്കി മാറ്റുന്നു? റെഡ് കളറാക്കി മാറ്റുന്നു. നെക്സ്റ്റ് മെറ്റൽ ഓക്സൈഡ്സ് ആർ. മെറ്റൽ ഓക്സൈഡ് എല്ലാം എന്താണ്? മെറ്റൽ ഓക്സൈഡ് ബേസിക് നേച്ചർ ആണ് അല്ലേ? മെറ്റൽ ഓക്സൈഡ് എല്ലാം എന്ത് നേച്ചറാണ്? ബേസിക് നേച്ചറാണ്. നമ്മൾ ഫസ്റ്റ് പഠിച്ചു അല്ലേ? നോൺ മെറ്റൽ ഓക്സൈഡ് എല്ലാം എന്ത് നേച്ചറാണ്? ആസിഡിക് നേച്ചറാണ്. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. മോളിക്കുലാർ ഫോർമുല ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. RRB ഗ്രൂപ്പ് ഡി എക്സാമിനും NTPC എക്സാമിനും ഒക്കെ ചോദിച്ചതാണ്. ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് അല്ലേ? ഏതായിരിക്കും? HCl ആണ്. നെക്സ്റ്റ് വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ മെറ്റൽ റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ആസിഡ്. മെറ്റൽ റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ആസിഡ്. ഓക്കെ, ഈ മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഏത് ഗ്യാസാണ് ഇവിടെ ഫോം ചെയ്യുക അല്ലേ? ഏത് ഗ്യാസാണ്? ഹൈഡ്രജൻ ഗ്യാസാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഇതിൽ നിന്ന് ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു അല്ലേ? മെറ്റൽ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഏത് ഗ്യാസാണ് ഇവിടെ ഫോം ചെയ്യുന്നത്? ഹൈഡ്രജൻ ഗ്യാസാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് pH റേഞ്ചസ് ദ ഹ്യൂമൻ ബോഡി വർക്ക്. ഓക്കെ, ഇവിടെ ഹ്യൂമൻ ബോഡി വർക്ക് ചെയ്യുന്ന ഒരു pH റേഞ്ച് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് pH റേഞ്ചസ് ഡസ് ദ ഹ്യൂമൻ ബോഡി വർക്ക്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ ഏകദേശം pH വാല്യൂസ് 7.35 to 7.45 ആണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. എത്രയാണ്? 7.35 to 7.45. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിറ്റ്മസ് പേപ്പർ ചേഞ്ചസ് ടു കളർ ഡാഷ് വെൻ പുട്ട് ഇൻ സോപ്പ് വാട്ടർ. ഓക്കെ, സോപ്പ് വാട്ടറിലാണെങ്കിൽ സോപ്പ് വാട്ടർ ഒക്കെ ആൽക്കലി ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എന്ത് പറയാം? ബേസ് ആണ് അല്ലേ? ചേഞ്ചസ് കളർ ബേസ് ആണല്ലോ. ബേസ് ആണെങ്കിൽ കളർ എന്താണെന്ന് ചോദിച്ചത് അല്ലേ? ഇവിടെ കളർ അപ്പം എന്തായിരിക്കും? ബ്ലൂ ആണല്ലോ അല്ലേ? ബ്ലൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾ ആസിഡ് ജനറേറ്റ് ഡാഷ് ഗ്യാസ് റിയാക്ട് വിത്ത് മെറ്റൽസ്. അപ്പം എന്തായിരിക്കും? മെറ്റലായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലേ? ഏത് ഗ്യാസാണ് ഇവിടെ ഫോം ചെയ്യുന്നത്? ഹൈഡ്രജൻ ഗ്യാസാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആസിഡ് ദാറ്റ് ഹെൽപ്സ് ഇൻ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഏത് ആസിഡാണ്? HCl ആണ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വാട്ട് ഡസ് P ഇൻ pH സ്റ്റാൻഡ്സ് ഫോർ? P ഡിനോട്ട് ചെയ്യുന്നത് എന്താണ് അല്ലേ? ഏതാണ്? പൊട്ടൻസ് എന്ന് പറഞ്ഞ ഒരു വേർഡാണ്. നെക്സ്റ്റ് വാട്ട് ഡു യു കോൾ എ ബേസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ അല്ലേ? ബേസ് വാട്ടർ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ ബേസ് വാട്ട് ഡു യു കോൾ എ ബേസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ. അപ്പോൾ ഇത് അറിയപ്പെടുന്ന പേരാണ് എന്ത്? ആൽക്കലൈൻ സൊല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ആൽക്കലൈൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ആസിഡിക് നേച്ചർ ഓഫ് സോയിൽ ഈസ് ഷോൺ ബൈ ഹൈ കോൺസെൻട്രേഷൻ ഓഫ്. ആസിഡിക് സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു അല്ലേ? ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആസിഡിക് സൊല്യൂഷൻ ആണോ അല്ലയോ എന്നുള്ളത് പറയുന്നത് H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം? ഹൈഡ്രജൻ അയോൺ. ഓക്കെ, നെക്സ്റ്റ് മ്യൂറിയാറ്റിക് ആസിഡ് ഈസ് ദ അനദർ നെയിം ഓഫ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? HCl ആണ്. ഏതാണ്? HCl. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാച്ചുറലി ഒക്കറിങ് ആസിഡ് പ്രസൻറ്റ് ഇൻ ആൻസ്റ്റിങ്. ആൻസ്റ്റിങ്ങിൽ കാണപ്പെടുന്ന ആസിഡാണ് ഏത്? ഫോമിക് ആസിഡ്. ഏത് ആസിഡാണ്? ഫോമിക് ആസിഡ്. ഓക്കെ, നെക്സ്റ്റ് ആസിഡ് പ്രസൻറ്റ് ഇൻ ടൊമാറ്റോയിൽ കാണപ്പെടുന്നതാണ് ഏത്? ഓക്സാലിക് ആസിഡ്. ഏതാണ്? ഓക്സാലിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാലും മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം.